എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. നമുക്കുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കും ദോഷങ്ങൾക്കും ശാപങ്ങൾക്കും കാരണം നമ്മളുടെ കർമ്മഫലങ്ങളാണെന്ന് പറയുന്നു. എങ്കിൽ അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ലതായി തീരുവാനായിക്കൊണ്ട് നമുക്ക് ശ്രമിച്ചുകൂടെ? അല്പമെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാര അന്നപാനീയങ്ങൾക്ക് ഉതകുന്നതായിട്ടുള്ള ചേരുവകളെല്ലാം ആയവ ഉൽപ്പാദിപ്പിക്കുന്നതും ആയതിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ ത്യാഗവും അപ്രകാരമുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണെന്നറിയണം. അവ നമ്മൾ അന്നപാനീയങ്ങളാക്കി കഴിക്കുമ്പോൾ നമ്മൾ അധ്വാനിച്ച പണം കൊണ്ടാണെങ്കിലും അന്നപാനീയങ്ങളാക്കി കഴിച്ചു നമ്മൾ ആഹരിക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ അന്നപാനീയങ്ങൾ മുമ്പിലെത്തിച്ച ഈശ്വരനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ആയതുപോലെ തന്നെ ഈ അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഏവർക്കും നല്ലത് വരുത്തണം ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ചെയ്തുകൂടെ? നമുക്ക് കിട്ടുന്ന പണവും സ്വത്തുക്കളും എന്തെല്ലാമാണോ നമുക്ക് സ്വന്തമായി നമ്മളുടെ പേരിൽ ഉള്ളത്, ആയവയെല്ലാം നമ്മളുടേത് തന്നെയാണെന്ന് നമുക്ക് എപ്രകാരം ഉറപ്പുവരുത്തുവാനായിക്കൊണ്ട് കഴിയും? നമുക്ക് ആയവ എത്ര കാലം നമ്മളിൽ തന്നെ നിർത്തുവാനായിക്കൊണ്ട് സാധിക്കും? അത് കുറച്ച് സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അറിയണം. നമ്മളുടെ നല്ല രീതിയിലുള്ള സ്വത്തുക്കളും ആഹാര അന്നപാനീയങ്ങളും മാത്രമാണ് നമുക്ക് ശരീരത്തിനും നമ്മളുടെ പേരിലും ഒരുപാട് കാലം നിലകൊള്ളുന്നതെന്നറിയണം. ആയവ ശുദ്ധിയുള്ളതാവണം, നല്ല നിലയിലൂടെ നേടിയെടുത്തിട്ടുള്ളതാവണം. അത് കോട്ടത്തിലൂടെയാണ് നേടിയെടുത്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഒരുപാട് കോട്ടങ്ങൾ ആയതിൽ നിന്നും ഉണ്ടായി വരുന്നു. നമുക്ക് നേട്ടമാണ് വേണ്ടത്. അത് ധർമ്മനിഷ്ഠയിൽ നിന്നും ആവണം, സത്യനിഷ്ഠയിൽ നിന്നും ആവണം. ഇല്ലെങ്കിൽ അതൊരുപാട് കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമായി തീരുന്നു. മാനസികപരമായും ശാരീരികപരമായും സാമ്പത്തികപരമായും ഒരുപാട് നമ്മളെ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നു.